ഇനി നമ്മൾ നെറ്റ്വർക്ക് സ്വിച്ചിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് നമുക്കറിയാം ഈ കമ്പ്യൂട്ടറുകളും സെർവറുകളും ഒക്കെ തമ്മിൽ ഇൻ്റർകണക്റ്റ് ചെയ്യുന്നത് ഈ സ്വിച്ച് വെച്ചിട്ടാണ്. നമ്മളൊരു ഈ ഒരു ഡയഗ്രാം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, സ്വിച്ചിനകത്തേക്കാണ് എല്ലാ എൻഡ് ഡിവൈസുകളും സെർവറുകളും IP ഫോണുകളും ക്യാമറകളും IP ക്യാമറകളും അതുപോലെ തന്നെ വയർലെസ് ഡിവൈസുകളും ആക്സസ് പോയിൻറ്റുകളും ഇങ്ങനെയുള്ള പ്രിൻ്ററുകൾ എല്ലാം തന്നെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവുക എന്ന് പറയുന്നത് എന്താണ്, ഈ സ്വിച്ചിനകത്തേക്കാണ്. അപ്പോൾ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് സ്വിച്ച്. സ്വിച്ച് വരുന്നതിൻ്റെ മുന്നേ ഹബ്ബ് എന്ന് പറയുന്ന ഡിവൈസ് ഉണ്ടായിരുന്നു, പക്ഷേ ആ ഹബ്ബൊന്നും ഇന്നാരും മാനുഫാക്ചറിങ് ചെയ്യുന്നില്ല. അപ്പോൾ ഇന്ന് നിങ്ങൾ ഒരു ലാൻഡിൽ നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ കംപ്ലീറ്റ് ഇൻ്റർകണക്ഷനും പോയിരിക്കുന്നത് ഈ സ്വിച്ചസ് ത്രൂ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ സ്വിച്ച് എന്ന് പറയുന്നത് ഒരു ലെയർ 2 ഡിവൈസാണ്. അത് നമ്മൾ ലെയേഴ്സിനെ പറ്റിയൊക്കെ കൂടുതൽ നമ്മൾ പഠിക്കും, പക്ഷേ അത് സിലബസ് ഓറിയൻറ്റഡ് ആണ്. അതിനെപ്പറ്റി നിങ്ങൾ അധികം ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങളിങ്ങനെ ഓർത്താൽ മതി, ഒരു കമ്പനിയിലുള്ള എല്ലാ ഡിവൈസുകളും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അവർ പ്രൈമറിലി കണക്ട് ചെയ്യുന്നത് ഏത് ഡിവൈസുമായിട്ടാണ്, ഈ സ്വിച്ചുമായിട്ടാണ്. എല്ലാ ഡിവൈസിനും ഒരു NIC കാർഡ് ഉണ്ടാവും. ഓക്കെ, നെറ്റ്വർക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസുകൾക്കും ഒരു NIC കാർഡ് ഉണ്ടാവും. NIC കാർഡിൽ നിന്ന് ഒരു UTP കേബിൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നേരെ ഈ സ്വിച്ചിനകത്തേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ ഈ കമ്പ്യൂട്ടറിൽ നിന്ന് ഈ കമ്പ്യൂട്ടറിനകത്തേക്ക് ഒരു ഡാറ്റ അയക്കാനുണ്ടെങ്കിൽ അത് ഈ സ്വിച്ച് ത്രൂ പാസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ കമ്പ്യൂട്ടറിനകത്ത് എത്തിക്കോളും. ഓക്കെ, ഇവിടെ എല്ലാ ഡിവൈസുകൾക്കും ഒരു അഡ്രസ്സ് ഉണ്ടാവും. ഓക്കെ, ഓരോ ഡിവൈസുകളെയും വേർതിരിച്ച് അറിയാൻ വേണ്ടി യുണീക്കായിട്ടുള്ള ഒരു അഡ്രസ്സ് ഉണ്ടാവും. നമ്മൾ അതിനെ MAC അഡ്രസ്സ് എന്നാണ് വിളിക്കുക. ഹെക്സാഡെസിമൽ ഫോർമാറ്റിലാണ് ഈ അഡ്രസ്സ് എഴുതുക. ഇതിപ്പോൾ ഒരു സ്വിച്ചിൻ്റെ MAC അഡ്രസ് ടേബിളാണ്. ഓക്കെ, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ മനസ്സിലാക്കുക, ഓരോ ഡിവൈസിനും ഒരു ചിപ്പിനകത്ത് അവരുടെ ലാൻ കാർഡിനകത്ത് ഒരു നമ്പർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ നമ്പർ ത്രൂ ആണ് എന്ത് ചെയ്യുന്നത്, ഓരോ ഡിവൈസുകളും ലാനിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു സ്വിച്ചിൻ്റെ മെയിൻ ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഇവരുടെ MAC അഡ്രസ് ടേബിളാണ്. ഈ MAC അഡ്രസ് ടേബിളിലുള്ള MAC അഡ്രസ്സ് നോക്കിയിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഒരു ഡിവൈസിൽ നിന്നും വേറെ ഡിവൈസിനകത്തേക്കുള്ള കമ്മ്യൂണിക്കേഷൻ എനേബിളാക്കി കൊടുക്കുന്നത്. ഇപ്പോൾ സപ്പോസ് നമ്മൾ വിചാരിക്കാം ഈ കമ്പ്യൂട്ടറിൻ്റെ MAC അഡ്രസ്സ് A ആണെന്ന് വിചാരിക്കാം, ഈ കമ്പ്യൂട്ടറിൻ്റെ MAC അഡ്രസ്സ് B ആണ് എന്ന് വിചാരിക്കാം. അപ്പം ഈ A എന്ന് പറയുന്ന കമ്പ്യൂട്ടറിന് B എന്ന് പറയുന്ന കമ്പ്യൂട്ടറിനകത്തേക്ക് ഒരു ഡാറ്റ സെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഒരു എൻകാപ്സുലേറ്റഡ് ആയിട്ടാണ് ഡാറ്റ പോവുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡെസ്റ്റിനേഷൻ MAC അഡ്രസ്സിനകത്ത് അത് B എന്നുണ്ടാവും. പിന്നെ സോഴ്സ് MAC അഡ്രസ്സ് എന്ന് പറയുന്നതിൻ്റെ സ്ഥാനത്ത് A എന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ഡാറ്റ ഈ കേബിളിനകത്ത് കൂടെ കയറി ഈ സ്വിച്ചിലെത്തുന്ന സമയത്ത് സ്വിച്ച് നോക്കും ഈ ഡെസ്റ്റിനേഷൻ MAC അഡ്രസ്സ് ഓക്കെ B, എന്നിട്ട് അയാൾ ടേബിളിനകത്ത് അയാൾ 1 by 1 ആയിട്ട് സെർച്ച് ചെയ്യും B എന്ന് പറയുന്ന എൻട്രി ഉണ്ടോ. B എന്ന് പറയുന്ന എൻട്രി ഉണ്ടെങ്കിൽ അവർ നോക്കും ഇത് ഏത് പോർട്ടിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നേരെ അയാൾക്ക് മനസ്സിലാവും ഓക്കെ ഇത് 5ാമത്തെ പോർട്ടാണെന്ന് മനസ്സിലാക്കി നേരെ അത് എന്ത് ചെയ്യും, അത് ഈ പോർട്ടിനകത്ത് കൂടെ സെൻഡ് ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണ് ലാനിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇംപ്ലിമെൻറ്റഡ് ആവുന്നത്. ഓക്കെ, ഇതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി എന്ന് പറയുന്നത് സ്വിച്ചിനെ പറ്റി നമുക്ക് ഒരു 1-2 ദിവസത്തെ ക്ലാസ് തന്നെ നമുക്ക് എടുക്കാം. ഒരു 3-4 ദിവസത്തെ ക്ലാസ്സാണ് ശരിക്കും സ്വിച്ചിനെ പറ്റി തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. പക്ഷേ ഇതിൻ്റെ ഒരു ബ്രീഫിംഗ് നമ്മൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിങ്ങനെ ഓർത്താൽ മതി, നിങ്ങളൊരു കമ്പനിയിൽ പോയി, ഓക്കെ, ആ കമ്പനിയിലുള്ള കമ്പ്യൂട്ടറുകളായിക്കോട്ടെ, സെർവറുകളായിക്കോട്ടെ, IP ഫോണുകളായിക്കോട്ടെ, ഇനി CCTV ക്യാമറകൾ, IP ക്യാമറകളായിക്കോട്ടെ, ഇനി നെറ്റ്വർക്ക് പ്രിൻറ്റേഴ്സ് ആയിക്കോട്ടെ, നെറ്റ്വർക്ക് സ്കാനേഴ്സ് ആയിക്കോട്ടെ, ഈ സെർവറുകളായിക്കോട്ടെ. അപ്പോൾ ഈ ഡിവൈസുകളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യും, കേബിൾ എടുത്തിട്ട് UTP കേബിളോ അല്ലെങ്കിൽ ഫൈബർ കേബിളോ ഏതൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്വിച്ച് സപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓരോരോ പോർട്ടിനകത്തേക്ക് കൊടുക്കും. ഇപ്പോൾ സപ്പോസ് നമ്മൾ വിചാരിക്കുക ഈ സ്വിച്ച് ഒരു 24 പോർട്ടിൻ്റെ സ്വിച്ചാണ്. നമുക്ക് സപ്പോസ് ഒരു 50 കമ്പ്യൂട്ടേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള 24 കമ്പ്യൂട്ടർ നമ്മളിവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കമ്പ്യൂട്ടേഴ്സ് നമ്മൾ ഈ സ്വിച്ചിനകത്തേക്ക് കൊടുത്താൽ മതി. ഇത് 2ാമത്തെ സ്വിച്ചിനകത്തേക്ക് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ഈ സ്വിച്ചിൽ നിന്നും ഒരു പോർട്ടിൽ നിന്ന് കണക്ട് ചെയ്യാത്തൊരു പോർട്ടിൽ നിന്ന് നമ്മൾ ഈ സ്വിച്ചിനകത്തേക്കുള്ള ഒരു കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തായത് എല്ലാ കമ്പ്യൂട്ടറുകളും
ഇപ്പുറത്തെ സ്വിച്ചിനകത്തുള്ള കമ്പ്യൂട്ടർ ആണെങ്കിൽ പോലും ഇപ്പുറത്തെ സ്വിച്ചിനകത്തേക്ക് കമ്മ്യൂണിക്കേഷൻ നടന്നോളും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു നെറ്റ്വർക്ക് സ്വിച്ചിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒരു നെറ്റ്വർക്കിൻ്റെ സിംപ്ലസ്റ്റ് ഫോം ഓഫ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു ലാനാണ്, ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ്. ഒരു റൂമിലോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിലോ അല്ലെങ്കിൽ ഒരു ക്യാമ്പസിനകത്തോ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ ഒരു ലാൻ എന്ന് വിളിക്കുന്നത്. ഈ ലാൻ ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസാണ് സ്വിച്ച് എന്ന് പറയുന്നത്. ഈ സ്വിച്ച് എല്ലാ കമ്പനീൻ്റെ ഇൻസൈഡിൽ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ സ്വിച്ചസ് ആണ് ഉണ്ടാവുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്പർ ഓഫ് റൂട്ടേഴ്സ് വരുള്ളൂ. ഓക്കെ, അപ്പം ഇതാണ് ഒരു നെറ്റ്വർക്ക് സ്വിച്ചിനെ പറ്റിയുള്ള നമ്മളെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. സ്വിച്ചിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഒരു മാക് അഡ്രസ് ടേബിൾ. സിസ്കോ സ്വിച്ചിലാണെന്നുണ്ടെങ്കിൽ ഷോ മാക് അഡ്രസ് ടേബിൾ എന്നുള്ള കമാൻഡ് അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് സ്വിച്ചിൻ്റെ മാക് അഡ്രസ് ടേബിൾ കാണാൻ പറ്റും. ഇതൊക്കെ നമ്മൾ ട്രബിൾ ഷൂട്ടിംഗ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കമാൻഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ സ്വിച്ചിൻ്റെ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉള്ളതെന്ന് പറയുന്നത് സിസ്കോയ്ക്കാണ്. 50 to 60% ഓഫ് മാർക്കറ്റ് ഷെയറും സിസ്കോയുടെ കയ്യിലാണ്. ഓക്കെ, അപ്പം നമ്മൾ നെറ്റ്വർക്കിംഗ് ഡിവൈസിൻ്റെ റൂട്ടേഴ്സ് എടുത്താലും സ്വിച്ചസ് എടുത്തു കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉണ്ടാവുക എന്ന് പറയുന്നത് സിസ്കോയുടെ കയ്യിലാണ്. ഓക്കെ, ഇപ്പോൾ ഹുവാവെയാണ് സെക്കൻഡ് വരുന്നത്, പക്ഷേ അവർക്ക് പോലും എന്തുള്ളൂ 10% ഓഫ് മാർക്കറ്റ് ഷെയർ ഉള്ളൂ. ഓക്കെ, പിന്നെ ജുനിപ്പറിന് 5 to 6% ആണ് മാർക്കറ്റ് ഷെയർ ഉള്ളത്. അരിസ്റ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ 8 to 10% ആണ്. പിന്നെ HP ഉണ്ട്, HP ആണെന്നുണ്ടെങ്കിൽ 7 to 8%. പിന്നെ നോക്കിയ ഉണ്ട്, ഡെൽ ടെക്നോളജീസ് ഉണ്ട്, എക്സ്ട്രീം നെറ്റ്വർക്ക്സ് ഉണ്ട്. ഓക്കെ, പിന്നെ ഡീലിംഗ് ഉണ്ട്, മൈക്രോട്ടിക്. അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്പിൾ കമ്പനീസ് ഉണ്ട്. പക്ഷേ ഇതിനകത്തൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് സിസ്കോ ആണ് ലീഡിംഗ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്വിച്ചിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് റൂട്ടർ എന്ന് പറയുന്ന ഡിവൈസിനെ പറ്റിയാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റൂട്ടർ എന്ന് പറയുന്ന ഡിവൈസിനെ പറ്റിയാണ്. ഓക്കെ, റൂട്ടിംഗ് എന്ന് പറയുന്ന ഫങ്ഷൻ ചെയ്യുന്ന ഡിവൈസിനെയാണ് നമ്മൾ റൂട്ടർ എന്ന് പറയുന്നത്. റൂട്ടിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്കിൽ നിന്ന് വേറൊരു നെറ്റ്വർക്കിനകത്തേക്ക് പോകാനുള്ള പാക്കറ്റുകളെ ഏറ്റവും ബെസ്റ്റ് പാത്ത് ത്രൂ പാസ് ചെയ്യിപ്പിച്ചിട്ട് ഡെസ്റ്റിനേഷനിൽ എത്തിപ്പിക്കുക എന്ന് പറയുന്ന ആ ഒരു ഫങ്ഷനാണ് നമ്മൾ റൂട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു റൂട്ടറാണ് എന്ത് ചെയ്യുന്നത്, മൾട്ടിപ്പിൾ ലോജിക്കൽ നെറ്റ്വർക്കുകളെ തമ്മിൽ ഇൻ്റർകണക്റ്റ് ചെയ്യിപ്പിക്കുന്നത്. ഒരു ലാൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സ്വിച്ച് മതി. ഇതേപോലെ നമ്മൾ വിചാരിക്കുക നമുക്ക് 10 or 20 ബ്രാഞ്ചസ് ഉണ്ട്. ഓരോ ബ്രാഞ്ചസിനകത്തും ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലാനുകളെ തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യിപ്പിക്കണം. ഈ 20 ബ്രാഞ്ചസിനെയും നമ്മൾ തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യിപ്പിക്കണം. അപ്പോൾ അവിടെ നമുക്ക് എന്ത് വേണം, വൈഡ് ഏരിയ നെറ്റ്വർക്ക് വേണം. ഓക്കെ, ഒരു ലാനിൽ നിന്ന് വേറൊരു ലാനിലേക്കുള്ള കണക്ഷൻ കൊടുക്കുന്നതിനെയാണ് നമ്മൾ വൈഡ് ഏരിയ, വാൻ ത്രൂ ആണ് ആ കണക്ടിവിറ്റി നമ്മൾ പോകുന്നുണ്ടാവുക. അതിനു വേണ്ടി നമുക്ക് വാൻ സർവീസ് പ്രൊവൈഡർ വേണം, ഏതെങ്കിലും ഒരു കമ്പനീൻ്റെ ലൈൻ നമുക്ക് തരും. അപ്പോൾ ഈ ലൈൻ നമ്മൾ കണക്ട് ചെയ്യുന്നത് എന്താണ്, റൂട്ടർ എന്ന് പറയുന്ന ഡിവൈസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, വൈഡ് ഏരിയ നെറ്റ്വർക്ക് നമ്മൾ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുക ഇത് നമ്മുടെ ബ്രാഞ്ച് 1 ആണ്. ഓക്കെ, ഈ ബ്രാഞ്ച് 1-ൽ നമുക്ക് ഒരു 10 കമ്പ്യൂട്ടേഴ്സ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഈ 10 കമ്പ്യൂട്ടറുകളും തമ്മിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സ്വിച്ച് വഴി നമ്മൾ ഈ 10 കമ്പ്യൂട്ടറുകളും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. സപ്പോസ് ഇത് ബ്രാഞ്ച് 1. ഓക്കെ, ബ്രാഞ്ച് 1 എന്ന് പറയുന്നത് സപ്പോസ് നമ്മൾ വിചാരിക്കുക 1.0.0.0 എന്ന് പറയുന്ന നെറ്റ്വർക്കാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബ്രാഞ്ച് 2 ഉണ്ട്. ഇത് വേറൊരു ബ്രാഞ്ചാണ്. ഇവിടെ നമുക്ക് ഒരു 10 കമ്പ്യൂട്ടർ ഉണ്ട് വിചാരിക്കാം. ഇത് ബ്രാഞ്ച് 2 ആണ്. ഈ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് സപ്പോസ് നമ്മൾ വിചാരിക്കുക 2.0.0.0 എന്ന് പറയുന്ന നെറ്റ്വർക്കാണെന്ന് വിചാരിക്കുക. ഇനി വേറൊരു ലാൻ ഉണ്ട്, ഇത് 3 എന്ന് പറയുന്ന നെറ്റ്വർക്ക്. ഓക്കെ, ഇത് നമുക്ക് 4 എന്ന് പറയുന്ന നെറ്റ്വർക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെയും നമുക്ക്
കുറച്ച് കമ്പ്യൂട്ടർ. അപ്പോൾ ഇതിൽ ഈ ലാനുകൾ, ഇതൊരു ലാനാണ്, സ്വിച്ച് വെച്ചിട്ടുള്ളൊരു കണക്റ്റീവ് ലാനാണ്. ഈ ലാനുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുന്നത് എന്താണ്? ഈ റൂട്ടർ എന്ന് പറയുന്ന ഡിവൈസ് വെച്ചിട്ടാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ റൂട്ടർ എന്ന് പറയുന്ന ഡിവൈസ്. ഈ റൂട്ടർ ത്രൂ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വാൻ കണക്ഷൻ ഇങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. സപ്പോസ് നമ്മൾ വിചാരിക്കും ഇത് കാലിക്കറ്റ് ബ്രാഞ്ചാണ്, ഇത് എറണാകുളം ബ്രാഞ്ചിലേക്ക് ഒരു കണക്ഷൻ പോയിട്ടുണ്ട്. എറണാകുളം ബ്രാഞ്ചിൽ നിന്ന് നേരെ കോട്ടയം ബ്രാഞ്ചിലേക്ക് ഒരു കണക്ഷൻ പോയിട്ടുണ്ട്. ഈ കോട്ടയം ബ്രാഞ്ച് 3 എന്ന് പറയുന്ന ബ്രാഞ്ചിൽ നിന്ന്, അതായത് കോട്ടയം ബ്രാഞ്ചിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ട്രിവാൻഡ്രം ബ്രാഞ്ചിലേക്ക് ഒരു കണക്ഷൻ പോയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇവിടെ നിന്ന് ചിലപ്പോൾ നമുക്ക് നേരെ എറണാകുളം വഴി വേറെ ഇങ്ങനെ ഒരു കണക്ഷൻ, അങ്ങനെ മൾട്ടിപ്പിൾ കണക്ടിവിറ്റീസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ 1 എന്ന് പറയുന്ന നെറ്റ്വർക്കിൽ നിന്നുള്ള ഒരു കമ്പ്യൂട്ടറിന്, ഇപ്പോൾ സപ്പോസ് നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടറിന് ട്രിവാൻഡ്രത്തുള്ള ഈ ഒരു കമ്പ്യൂട്ടറിനകത്തേക്ക് ഒരു ഡാറ്റ സെൻഡ് ചെയ്യാനുണ്ടായി എന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞമാതിരി തന്നെ എൻകാപ്സുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡാറ്റ വരും. ഈ ഡാറ്റ നമ്മൾ എൻകാപ്സുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഡെസ്റ്റിനേഷൻ IP അഡ്രസ്സും സോഴ്സ് IP അഡ്രസ്സും വെച്ചിട്ടാണ് നമ്മൾ എൻകാപ്സുലേഷൻ ചെയ്യുക. ഡെസ്റ്റിനേഷൻ IP അഡ്രസ്സിൽ എന്താ ഉണ്ടാവുക? 4 എന്ന് പറയുന്ന നെറ്റ്വർക്കിലേക്കാണല്ലോ ഈ ഡാറ്റ പോകേണ്ടത്. 4.1.1.4 ഒരു IP ആണ് ഉണ്ടാവുക. അതേപോലെ തന്നെ സോഴ്സ് IPൻ്റെ സ്ഥാനത്ത് സോഴ്സിൻ്റെ 1.1.1.1 എന്ന് പറയുന്നത് IP. അപ്പോൾ ഈ ഡാറ്റേനെ നേരെ ഈ കേബിളിനകത്ത് കൂടെ ഈ സ്വിച്ചിലെത്തും. ഈ സ്വിച്ച് ത്രൂ പാസ് ചെയ്തിട്ട് ഈ റൂട്ടറിൽ ഈ ഡാറ്റ എത്തും. അപ്പോൾ ഈ റൂട്ടറിന് നമ്മൾ നേരത്തെ സ്വിച്ചിനകത്ത് MAC അഡ്രസ് ടേബിൾ ഉള്ളതുപോലെ തന്നെ റൂട്ടറിന് എന്തുണ്ട്? ഒരു റൂട്ടിംഗ് ടേബിൾ ഉണ്ട്. ഓക്കെ, ഈ റൂട്ടിംഗ് ടേബിളിൽ ഉണ്ടാവും, എഴുതി വെച്ചിട്ടുണ്ടാവും 4 എന്ന് പറയുന്ന നെറ്റ്വർക്ക്. ഇപ്പോൾ സപ്പോസ് 4 എന്ന് പറയുന്ന നെറ്റ്വർക്കിലേക്കാണെങ്കിൽ അതിനെ എങ്ങോട്ടേക്ക് സെൻഡ് ചെയ്യണം? അതിനകത്ത് ഇപ്പോൾ സപ്പോസ് നമ്മൾ വിചാരിക്കും 4 എന്ന് പറയുന്ന നെറ്റ്വർക്കിനകത്തേക്ക് പോകാൻ വേണ്ടി നമുക്കിവിടെ ഇങ്ങനെയൊരു പാത്തുണ്ട്. ഓക്കെ, ഇവിടെ വേറൊരു പാത്തുണ്ട്, ഇവിടെ വേറൊരു പാത്തുണ്ട് എന്ന് വിചാരിക്കാം. മൾട്ടിപ്പിൾ പാത്തുണ്ട്. ഇത് കൂടാതെയും പാത്തുകളുണ്ട്. പക്ഷേ ഈ പാത്തിൽ ഏറ്റവും ബെസ്റ്റ് പാത്ത് ഏതാണ് എന്ന് നോക്കിയിട്ട്, ബെസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് ചിലപ്പോൾ ഏറ്റവും ബാൻഡ് വിഡ്ത്തുള്ള ലിങ്കുകൾ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇതായിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഈ റൂട്ടറിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും ഈ നെറ്റ്വർക്കിലേക്ക് ആണെങ്കിൽ ഈ വഴി പോകണം എന്നുള്ളത് നോട്ട് ചെയ്ത്. അപ്പോൾ അതുവഴി എന്ത് ചെയ്യും? ഈ പാക്കറ്റ് നേരെ എടുത്തിട്ട് എന്ത് ചെയ്യും? ഇയാൾ ഇതിനെ ഈ റൂട്ടറിലേക്ക് ഇടും. ഈ റൂട്ടറിനകത്ത് അതേമാതിരി റൂട്ടിൻ്റെ ടേബിൾ ഉണ്ട്, അത് നോക്കിയിട്ട് അതിനെ റൂട്ട് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് ഇടും. അപ്പോൾ ഈ റൂട്ടിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഹോപ്പ് ബൈ ഹോപ്പ് ആയിട്ട് ഓരോ റൂട്ടർ കഴിയുമ്പോൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് ഏറ്റവും അവസാനം എന്ത് ചെയ്യും? ഏറ്റവും ബെസ്റ്റ് പാത്ത് ത്രൂ ഈ ഡാറ്റനെ ഇവിടെ എത്തിക്കപ്പെടും. ഇതാണ് റൂട്ടിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഈ റൂട്ടിംഗ് എന്ന് പറയുന്ന ഫംഗ്ഷനും നമ്മൾ നേരത്തെ സ്വിച്ചിങ്ങിൻ്റെ കഥ പറഞ്ഞതുപോലെ തന്നെ ഒരു 3-4 ദിവസത്തെ ക്ലാസ് എടുത്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പിക്ചർ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇത് ജസ്റ്റ് ഇതിൻ്റെ ഒരു സമ്മറി ലെവലിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്നാലും നിങ്ങൾ മനസ്സിലാക്കുക, വൈഡ് ഏരിയ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ലാനുകളെ തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കുന്നതാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഇത് കണക്ട് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? റൂട്ടർ എന്ന് പറയുന്ന ഡിവൈസ് വേണം. ഓക്കെ, ഈ റൂട്ടറിന് മൾട്ടിപ്പിൾ ഇൻ്റർഫേസുകൾ ഉണ്ടാവും. ഓരോ ഇൻ്റർഫേസുകളും ഒന്നുകിൽ നമുക്ക് ലാൻ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ബ്രാഞ്ചിലേക്കുള്ള വൈഡ് ഏരിയ നെറ്റ്വർക്ക്, ഇപ്പോൾ ട്രിവാൻഡ്രം ബ്രാഞ്ചിലേക്കുള്ള കണക്ഷൻ ഇവിടെ കൊടുക്കാം, എറണാകുളം ബ്രാഞ്ചിലേക്കുള്ള കണക്ഷൻ ഇവിടെ കൊടുക്കുക, അങ്ങനെ മൾട്ടിപ്പിൾ ബ്രാഞ്ചിലേക്കുള്ള കണക്ഷനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഇൻ്റർഫേസുകൾ റൂട്ടറിനകത്തുണ്ടാവും. ഇതുവഴിയാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മളൊരു ആക്ച്വൽ നെറ്റ്വർക്ക്, ഒരു വൈഡ് ഏരിയ നെറ്റ്വർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു ഡിവൈസിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡാറ്റാബേസ് എന്ന് പറയുന്നതാണ് റൂട്ടിംഗ് ടേബിൾ. ഇത് വെച്ചിട്ടാണ് ഇവിടെ ഈ റൂട്ടിംഗ് ടേബിൾ നോക്കിയിട്ടാണ് റൂട്ടർ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ട്രബിൾ ഷൂട്ടിംഗ് പർപ്പസിനകത്തൊക്കെ റൂട്ടിങ്ങിൽ എന്തെങ്കിലും ഇഷ്യൂ വരികയാണ്. ഇപ്പോൾ സപ്പോസ് നമുക്കൊരു ഇഷ്യൂ വരികയാണ്, കാലിക്കറ്റ് ബ്രാഞ്ചിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രിവാൻഡ്രം ബ്രാഞ്ചിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ആവുന്നില്ല. അപ്പോൾ എന്താണ് പ്രോബ്ലം എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഓരോ പോകുന്ന പാത്തിലുള്ള ഓരോ റൂട്ടിംഗ് ടേബിൾ ചെക്ക് ചെയ്യേണ്ടി വരും. ഇത് പ്രോപ്പറായിട്ട് തന്നെയാണോ ഉള്ളത്, അല്ല റൂട്ടിംഗ് ടേബിളിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ? അതൊക്കെ നമുക്ക് ട്രബിൾ ഷൂട്ടിംഗ് ലെവലിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് റൂട്ടർ എന്ന് പറയുന്ന ഡിവൈസിനെ പറ്റി നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഈ റൂട്ടർ മാനുഫാക്ചറിങ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ഒരു കമ്പനിയിൽ പോയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡിവൈസുകൾ ഉണ്ടാവുക സ്വിച്ചസ് ആണ് ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ വരുന്ന നമ്പർ ഓഫ് ഡിവൈസുകൾ എന്ന് പറയുന്നത് റൂട്ടറേക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ലെയർ 3 സ്വിച്ചുകളും ഉണ്ടാവാം. പക്ഷേ ഇനിയിപ്പോൾ റൂട്ടറുകളുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ റൂട്ടറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ റൂട്ടേഴ്സ് എന്ന് പറയുന്നത് ആര് തന്നെയാണ്? സിസ്കോൻ്റെ തന്നെയാണ് നിങ്ങൾ കാണുക. ഓക്കെ, അതായത് സ്വിച്ചിൻ്റെ കേസിലാണെങ്കിലും റൂട്ടറിൻ്റെ കേസിലാണെങ്കിലും മേജർ മാർക്കറ്റ് ഷെയർ ഉള്ളത് സിസ്കോൻ്റെ കയ്യിലാണ്. ഓക്കെ, ഹുവാവേക്ക് 15% വരുന്നുള്ളൂ.
ജുനിപ്പറിനാണെങ്കിൽ 10%, 10-12% വരുന്നുള്ളൂ. അരിസ്റ്റെക് ആണെന്നുണ്ടെങ്കിൽ 7-8 വരുന്നുള്ളൂ. പിന്നെ HP ഡിവൈസ് ഉണ്ട്, നോക്കിയ ഉണ്ട്, ഡെല്ലുണ്ട്, എക്സ്ട്രീം നെറ്റ്വർക്ക്സ് ഉണ്ട്, സെറ്റി എന്ന് പറയുന്ന മൈക്രോട്ടിക് ഉണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ കമ്പനീസ് ഉണ്ട്. പക്ഷെ എന്നാലും മേജർ പ്ലെയേഴ്സ് എന്ന് പറയുന്നത് ഇവരാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു റൂട്ടറിനെ പറ്റി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് എന്താണ് ഫയർവാൾ എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അടുത്തത് നമ്മൾ ഒരു നെറ്റ്വർക്ക് ഫയർവാൾ എന്താണ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ഫയർവാൾ എന്ന് പറയുന്നത് ഒരു സെക്യൂരിറ്റി ഡിവൈസാണ്. നമുക്കറിയാം ഫയർവാൾ എന്ന് പറയുന്നത് ഒരു സെക്യൂരിറ്റി ഡിവൈസാണ്. ഈ സെക്യൂരിറ്റി ഡിവൈസ് എപ്പോഴും ആ സെക്യൂരിറ്റി ഡിവൈസ് ത്രൂ പാസ് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷനെ ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ സപ്പോസ് നമുക്കൊരു നെറ്റ്വർക്ക് ഫയർവാൾ ആണെങ്കിൽ ഒരു ലാനിൽ നിന്ന് ഇൻ്റർനെറ്റിനകത്തേക്ക് ട്രാഫിക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ നിന്ന് ലാനിലേക്ക് ട്രാഫിക് വരുന്നുണ്ടെങ്കിൽ അത് പാസ് ചെയ്യുന്നത് ഫയർവാൾ ത്രൂ ആണ്. അപ്പോൾ ആ ഫയർവാളിനകത്ത് കുറേ റൂൾസ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അപ്പം ഇതിനകത്ത് കൂടെ പോകുന്ന ട്രാഫിക്കിനെ ഈ റൂൾസുമായിട്ട് അവരെന്ത് ചെയ്യും, മാച്ച് ചെയ്ത് നോക്കും. എന്നിട്ട് അത് ആ ട്രാഫിക്കിനെ അലൗ ചെയ്യേണ്ട ട്രാഫിക്കാണോ, അതായത് ഇത് ട്രസ്റ്റഡ് ട്രാഫിക്കാണോ, അല്ലെങ്കിൽ ഡിനൈ ചെയ്യേണ്ട ട്രാഫിക്കാണോ, അതായത് ഇത് അൺട്രസ്റ്റഡ് ട്രാഫിക്കാണോ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് അവരെന്ത് ചെയ്തോളും, ആക്ട് ചെയ്തോളും. ഈ ഡിവൈസിനെയാണ് നമ്മൾ ഫയർവാൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് നമുക്കൊരു ഫയർവാളിൻ്റെ ആവശ്യം വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു അൺട്രസ്റ്റഡ് നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്താണ്. നമ്മൾ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു വീട്ടിലൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ എടുത്തു എന്ന് വിചാരിക്കും. വീട്ടിലല്ല, നിങ്ങൾ ഓഫീസിലോ വീട്ടിലോ എവിടെയെങ്കിലും നമ്മളൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ എടുത്തു. ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ലാപ്ടോപ്പിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്നും വേൾഡിലുള്ള ഏത് സൈറ്റിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം, അല്ലെങ്കിൽ പബ്ലിക്കിലുള്ള ഏത് IP-യിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, നിങ്ങൾക്ക് പുറത്തുള്ള ഏത് IP-യിലേക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ പുറത്തുള്ള, അതായത് ഇൻ്റർനെറ്റിലുള്ള ഒരാൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആർക്ക് വേണമെങ്കിലും നിങ്ങളെ കമ്പ്യൂട്ടറിനകത്തേക്കും കിടക്കാൻ പറ്റും. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള സെക്യൂരിറ്റി ഇംപ്ലിമെൻറ്റേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പുറത്തുള്ള ഒരാൾക്ക് വേണമെങ്കിൽ നിങ്ങളെ സിസ്റ്റം ആക്സസ് ചെയ്ത് നിങ്ങളുടെ ഡാറ്റയൊക്കെ വേണമെങ്കിൽ കോപ്പി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും ഹാംഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, അവർക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്തെങ്കിലും വൈറസ് ഇടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മാൽവെയർ ഇടാനോ, അങ്ങനെ എന്തെങ്കിലും ട്രോജൻ അറ്റാക്ക് ചെയ്യാനോ, അങ്ങനെ പല രീതിയിലുള്ള അറ്റാക്കുകളും ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റും. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു അൺട്രസ്റ്റഡ് നെറ്റ്വർക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത്, നമ്മളിപ്പോൾ സപ്പോസ് നമ്മൾ വിചാരിക്കുക നിങ്ങൾ ഒരു ക്രൗഡഡ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് കൂടെ പോകുന്ന സമയത്ത് നമ്മളെപ്പോഴും പോക്കറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഓർണമെൻറ്റ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ സേഫാക്കി വെച്ചുകൊണ്ട് നമ്മൾ പാസ് ചെയ്യും. കാരണം വെച്ചാൽ അൺട്രസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് കൂടിയാണ് നിങ്ങൾ പാസ് ചെയ്ത് പോകുന്നത്. അതേപോലെ തന്നെ ഇൻ്റർനെറ്റിനകത്തേക്ക് നമ്മൾ കടക്കുമ്പോഴും എന്ത് ചെയ്യണം, ഇതേപോലെ നമ്മളൊരു സെക്യൂരിറ്റി മെഷർ എപ്പോഴും നമ്മൾ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസാണ് എന്ത്, ഫയർവാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫയർവാൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഉണ്ട്. ഓക്കെ, നമ്മൾക്കൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ നമുക്ക് എടുക്കണം. അപ്പോൾ ഈ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൻ്റെയും ഇതിൻ്റെയും ഇടയ്ക്കായിട്ട് റൂട്ടറൊക്കെ വരുന്നുണ്ടാവും. എന്നാൽ പോലും നമുക്ക് എന്ത് ചെയ്യണം, റൂട്ടിംഗ് വേണമെങ്കിൽ ഫംഗ്ഷൻ വേണമെങ്കിൽ ഫയർവാളിനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കാനും പറ്റും. ഓക്കെ, അതും പോസിബിളാണ്. അപ്പോൾ ഈ ഫയർവാളിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ പല റൂൾസും എഴുതി കൊടുത്തിട്ടുണ്ടാവും. സോഴ്സ് IP, ഇന്ന IP-യിൽ നിന്നും ഓക്കെ ഇന്ന IP-യിലേക്ക്, ഡെസ്റ്റിനേഷൻ IP ഇന്ന IP-യിലേക്ക് പോകുന്ന TCP-യുടെ ഇന്ന പോർട്ടിന് 80 എന്ന് പറയുന്ന പോർട്ട് എന്ന് പറയുന്നത് എന്താണ്, വെബ് ട്രാഫിക്കാണ് 80 എന്ന് പറയുന്ന പോർട്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യണം, ഡിനൈ ചെയ്യണം. നേരെ മറിച്ച് ഈ IP-യിൽ നിന്നും ഈ IP-യിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം, അക്സെപ്റ്റ് ചെയ്യണം. ഡിനൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ട്രാഫിക്കിന് അയാൾ അവിടെ വെച്ചിട്ട് തന്നെ സ്റ്റോപ്പ് ചെയ്ത് കളയും. പിന്നെ ആ കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. നേരെ പറഞ്ഞാൽ അക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ആ കമ്മ്യൂണിക്കേഷൻ അയാൾ പാസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഫയർവാളിനകത്ത് എന്തുണ്ടാവും, കുറേ പോളിസീസ് ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ കുറേ ഫയർവാൾ റൂൾസ് ഉണ്ടാവും. ആ റൂൾസ് വായിച്ച് നോക്കി വരുന്ന പാക്കറ്റുകളൊക്കെ ആ റൂളുമായിട്ട് ഒത്തു നോക്കി ഇൻസ്പെക്ട് ചെയ്ത് ഇതിനെ കടത്തി വിടണോ അല്ലാന്നുണ്ട് അവിടെ വെച്ചിട്ട് തന്നെ സ്റ്റോപ്പ് ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കുന്ന ഒരു ഡിവൈസാണ് എന്ത്, ഫയർവാൾ. അപ്പോൾ ഈ ഫയർവാൾ വെച്ച് കഴിഞ്ഞാൽ ഈ ഫയർവാളിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് അതിന് വേണ്ടി തന്നെ നമുക്ക് ഒരുപാട് കോഴ്സുകളും നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഈ നമുക്ക് കോമൺ ആയിട്ട് ഒരു L1 എഞ്ചിനീയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പോളിസീസ് പുഷ് ചെയ്യാനും പോളിസീസ് എഡിറ്റ് ചെയ്യാനും
നമ്മുടെ റിക്വയർമെൻറ്റ് വരുന്നതിനനുസരിച്ച് ചില പോർട്ടുകൾ ഓപ്പൺ ആക്കി കൊടുക്കാനോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ലൈവിൽ വർക്ക് ചെയ്യാൻ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഫയർവാൾ കേസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫയർവാൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനികളെ പറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ സിസ്കോ എന്ന് പറയുന്നത് അവർക്ക് കുറച്ച് ഡൗൺ ആണ്, അതായത് കുറച്ച് ലോവർ സൈഡിലേക്ക് പോയിട്ടുണ്ട്. കാരണം അവിടെ പലോ ആൾട്ടോ എന്ന് പറയുന്ന ഒരു ഡിവൈസും ഫോർട്ടിനെറ്റ് എന്ന് പറയുന്ന ഒരു ഡിവൈസും ഈ രണ്ട് കമ്പനികൾക്കുമാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ ഉള്ളത്. 20-25% മാർക്കറ്റ് ഷെയറും പാലോ ആൾട്ടോൻ്റെ കയ്യിലാണ്. 17-20% ഉള്ളതും ഫോർട്ടിനെറ്റിൻ്റെ കയ്യിലാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടേ സിസ്കോ വരുന്നുള്ളൂ. 15-17% സിസ്കോയ്ക്ക് വരുന്നുള്ളൂ. പിന്നെ ഒരു കമ്പനി ഉണ്ട്, ചെക്ക് പോയിൻ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നെറ്റ്വർക്കിൻ്റെ അഡ്വാൻസ് ലെവൽ കോഴ്സുകളിലേക്കൊക്കെ വരുന്ന സമയത്ത് ഈ ഫയർ വാളുകളെ പറ്റിയൊക്കെ നമ്മൾ പഠിക്കും. പിന്നെ സോണിക് വാൾ എന്ന് പറയുന്നൊരു കമ്പനി ഉണ്ട്, ജുനിപ്പർ ഉണ്ട്. ഓക്കെ, ജുനിപ്പർ നമുക്കറിയാം, റൂട്ടറും സ്വിച്ചസും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നൊരു കമ്പനി തന്നെയാണ്. അതേമാതിരി തന്നെ ഒരു ഫയർ വാൾസും മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. പിന്നെ ബെറാക്കുഡ ഉണ്ട്, സോഫോസ് ഉണ്ട്, വാച്ച് ഗാർഡ് എന്ന് പറയുന്നൊരു കമ്പനി ഉണ്ട്, പിന്നെ ഹുവാവേ ടെക്നോളജീസ് ഉണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ കുറച്ച് മാർക്കറ്റ് ഷെയറേ ഉള്ളൂ. പക്ഷേ എന്നാലും ലീഡിങ് മാർക്കറ്റ് ഷെയർ ഉള്ളത് എന്ന് പറയുന്നത് പാലോ ആൾട്ടോ, ഫോർട്ടിനെറ്റ്, സിസ്കോ ആൻഡ് ചെക്ക് പോയിൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കമ്പനികളാണ് ഇതിനകത്തുള്ള മെയിൻ പ്ലെയേഴ്സ്. അപ്പോൾ ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഡിവൈസ് നിങ്ങൾ ഹാൻഡിൽ ചെയ്ത മൾട്ടിപ്പിൾ ഡിവൈസ് ഹാൻഡിൽ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഡിവൈസ് ഏതൊക്കെയാണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ പല സീരീസുകളും ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡീസ് നമ്മൾ നടക്കുന്നത് എന്ന് പറയുന്നത് ഇതിൻ്റെ കോഴ്സുകൾ നമ്മൾ എടുക്കുന്ന സമയത്താണ്. പാലോ ആൾട്ടോ വെച്ചാൽ PCNSA ഉണ്ട്, PCNSE ഉണ്ട്. ഫോർട്ടിനെറ്റ് വെച്ചാൽ NSE4 ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെറിയൊരു ചേഞ്ചസ് ഒക്കെ ഇപ്പോൾ എക്സാമിനേഷനിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫയർവാളിനെ പറ്റിയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് വരുന്ന ഡിവൈസ് എന്ന് പറയുന്നത് ലോഡ് ബാലൻസറാണ്, നെറ്റ്വർക്ക് ലോഡ് ബാലൻസർ. ഓക്കെ, ഈ ലോഡ് ബാലൻസർ എൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഒരു ഇൻ്റർനെറ്റിലുള്ള ഒരുപാട് യൂസേഴ്സ് ഒരു സെർവർ ആക്സസ് ചെയ്യുന്ന സമയത്ത് ആ സെർവറിന് സ്വാഭാവികമായിട്ടും ഒരു കപ്പാസിറ്റി ഉണ്ടാവും. ഇത്ര നമ്പർ ഓഫ് കണക്ഷൻസേക്കും അവർക്ക് അറ്റ് എ ടൈമിൽ ചിലപ്പോൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. അപ്പോൾ അതിനേക്കാട്ടും കൂടുതൽ ആൾക്കാർ വരുന്ന സമയത്ത് ചിലപ്പം ഇത് ഹാങ് ആയി പോയിട്ട് മൊത്തം കമ്മ്യൂണിക്കേഷനും സ്റ്റോപ്പായി പോകാനൊക്കെ ഉള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ വലിയ കമ്പനികളാണെന്നുണ്ടെങ്കിൽ ഒരേപോലെയുള്ള മൾട്ടിപ്പിൾ സെർവറിനെ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അതായത് ഒരേ സർവീസ് കൊടുക്കുന്നത്. ഇപ്പോൾ വെബ് സെർവർ ആണെങ്കിൽ വെബ് സെർവറിൻ്റെ തന്നെ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാവും. ഓക്കെ, ക്ലസ്റ്ററിങ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ വെബ് സെർവേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇവരെ എല്ലാം കണ്ടൻറ്റ് സെയിം ആയിരിക്കും. ഇവരുടെ എല്ലാവരും ഡാറ്റാബേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെബ് പേജസ് എന്ന് പറയുന്നത് സെയിമിനായിരിക്കും. എല്ലാം സെയിം പേജുകൾ തന്നെയായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വരുന്നതിനനുസരിച്ചിട്ട് ട്രാഫിക് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ സെർവേഴ്സ് ഉണ്ടെങ്കിൽ ഒരു ലോഡ് ബാലൻസറും കൂടെ നമ്മൾ വെച്ചോളും. അപ്പോൾ ഈ ലോഡ് ബാലൻസർ എന്ത് ചെയ്യും, ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്ന സമയത്ത് ഒന്നാമത്തെ ആൾ ചിലപ്പോൾ എന്ത് ചെയ്യും, അയാൾ ഒന്നാമത്തെ സെർവറിലേക്ക് പോകും. രണ്ടാമത്തെ ആൾ വരുന്ന സമയത്ത് ഇയാൾ മനസ്സിലാക്കും ഇയാൾക്ക് ഓൾറെഡി കുറച്ച് ലോഡ് അവിടെ ഉണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യാം, അയാൾ പുറത്തേക്ക് വിടാം. ഇനി അടുത്ത കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു കണക്ഷൻ വരുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്യും, അടുത്ത്. അപ്പോൾ ഇതിങ്ങനെ ഒരു റൗണ്ട് റോബിൻ ഫാഷനിലോ എന്തെങ്കിലും ഒരു വെയ്റ്റഡ് റൗണ്ട് റോബിൻ അൽഗോരിതത്തിലോ ഒരു ഇത് മെത്തേഡ് വെച്ചിട്ട് അവർ എന്ത് ചെയ്യും, ഇതിനെ ലോഡിനെ അവർ ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ എപ്പോഴും നമുക്ക് ഒരുപാട് സെർവേഴ്സ് നമ്മൾ വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കൂടുതൽ ഹിറ്റുകൾ വരുന്ന സമയത്ത് നല്ല പെർഫോമൻസ് ഉള്ള സെർവറിന് അവർ കൂടുതൽ ഡാറ്റ കൊടുക്കും. അങ്ങനെ ഒരിക്കലും ഈ നെറ്റ്വർക്കിന് ഒരു ഹാങ് വരാത്ത രീതിയിൽ, ബ്ലോക്കായി പോവാത്ത രീതിയിൽ, മൊത്തം സർവീസും സ്റ്റോപ്പായി പോവാത്ത രീതിയിൽ ഇവർ ഹാൻഡിൽ ചെയ്തോളും. അങ്ങനെയുള്ള ഡിവൈസിനെയാണ് നമുക്ക് നെറ്റ്വർക്ക് ലോഡ് ബാലൻസർ എന്ന് പറയാം. ലോഡ് ബാലൻസർ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് സെർവർ ലോഡ് ബാലൻസിങ്ങിനാണ്. ഇതേപോലെ തന്നെ ലോഡ് ബാലൻസറിൻ്റെ വേറൊരു കൺസെപ്റ്റും കൂടെ ഉണ്ട്. ഇപ്പോൾ സപ്പോസ് നമുക്ക് വിചാരിക്കാം, നമുക്ക് 2 ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. 2 Mbps-ൻ്റെ 2 ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു ലോഡ് ബാലൻസർ ഡിവൈസ് വെച്ചിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 4 Mbps-ൻ്റെ ഒറ്റ കണക്ഷൻ പോലെ നമുക്ക് വേണമെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. അത് ഇൻ്റർനെറ്റ് ലോഡ് ബാലൻസറാണ്. പക്ഷേ ഇത് നമ്മളെ സിലബസിലൊന്നും അധികം വരുന്നില്ല. പക്ഷേ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് എന്ന് പറയുന്നത് സെർവർ ലോഡ് ബാലൻസറിനെ പറ്റിയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്.
ഇനി ലോഡ് ബാലൻസർ മാനുഫാക്ചറിങ്ങിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഷെയർ 30-35% മാർക്കറ്റ് ഷെയർ ഉള്ളത് എന്താണ് FI നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന കമ്പനിക്കാണ്. FI എന്ന് പറയുന്നൊരു കമ്പനിയുണ്ട്. അവരുടെ ലോഡ് ബാലൻസറാണ് ഏറ്റവും കൂടുതൽ വേൾഡിൽ സെല് ചെയ്യപ്പെടുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ സിട്രിക്സ് ഉണ്ട്. സിട്രിക്സ് എന്ന് പറയുന്ന കമ്പനിയുണ്ട്. ഏട്ടൻ നെറ്റ്വർക്ക്സ് ഉണ്ട്. റാഡ്വെയർ എന്ന് പറയുന്ന കമ്പനിയുണ്ട്. കെംപ് എന്ന് പറയുന്ന ടെക്നോളജി ഉണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ ടെക്നോളജികൾ ലോഡ് ബാലൻസറിലും ഉണ്ട്. ഒരു ടോപ്പ് 10 ലിസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിലും നിങ്ങൾ ലൈവിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യുക, ലീഡിങ് ആയിട്ടുള്ള ടെക്നോളജി ആരുടേതാണ്, ഏറ്റവും ഫീച്ചേഴ്സ് കൂടുതലുള്ളത് ആർക്കാണ്, ഏറ്റവും ത്രൂപുട്ട് കൂടുതലുള്ളത് ആർക്കാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാവുന്ന ലൈവിലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇതിനകത്ത് കമൻറ്റ് ചെയ്യുക.